ആശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എവ്രിവൺ. അപ്പം എന്താണ് പറയാനുള്ളത് ഈ ഇൻഡിപെൻഡൻസ് ഡേനെ പറ്റി? സ്റ്റാർട്ടിംഗ് വിത്ത് പക്രു ചേട്ടൻ. വളരെ സന്തോഷം. കാരണം ഈ ഒരു കൊടിയേന്തി ഇതുപോലൊരു ഫ്ലോറിൽ കലാകാരന്മാരായിട്ടുള്ള നമുക്ക് വന്നിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു വലിയ സന്തോഷം തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പം ഒരുപാട് അഭിമാനം തോന്നുന്നു, ഒരുപാട് നമ്മുടെയൊക്കെ ഒരു കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. നമ്മൾ ജനിച്ചത് ഇന്ത്യയിലാണ്. നമ്മുടെ പേര് നോക്കുകയാണെങ്കിലും തന്നെ ഇന്ത്യൻ ആക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ സെലിബ്രിറ്റി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ കൺട്രീനോട് നമ്മൾ എന്തൊരു കൂറ് കാണിച്ച പോലത്തെ ഒരു ഫീലിംഗ് ഇല്ല. അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. എക്സാക്ട്ലി, ഞാനത് പറയാൻ വരും. ആ വലിയൊരു ബുക്കില് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആ ഒരു റെക്കോർഡ് ബുക്കിൽ ഇന്ത്യൻ ആക്ടർ അജയ് കുമാർ എന്ന് കിടക്കും. ഒരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പ്രത്യേക പവറും ഒരു അഭിമാനമാണ്. അതെ. മണിക്കുട്ടൻ ചേട്ടാ, ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചൊരു വികാരം തന്നെയാണ്. ഇന്ത്യയുടെ ഒരു സോൾ എന്ന് പറയുന്നത് തന്നെ നാനാത്വത്തിലെ ഏകത്വമാണ്. ഈ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സൂപ്പർ. വിപിൻ ചേട്ടാ, ഈ എപ്പോഴും പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളടക്കം പലപ്പോഴും അത് അറിയാതെ അതിൽ പെടാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരത്തിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രത്തിൻ്റെ വളർച്ചകളും എന്തിനധികം പറയുന്നു, ഏറ്റവും ലാസ്റ്റ് വന്ന കൊറോണയ്ക്കുള്ള വാക്സിൻ പോലെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ആയിരുന്നു അല്ലേ. ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ലാതെ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. ഇപ്പം നമ്മുടെ വേദങ്ങളിൽ തന്നെ വിമാനത്തിന്റെ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പുഷ്പവിമാനം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും, പൂജ്യം എന്ന് പറഞ്ഞ നമ്പർ, ശാസ്ത്രത്തിന്റെ വളർച്ച മാത്രമല്ല എല്ലാം കൊണ്ടും നമുക്കൊരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഭാരതീയൻ എന്ന് പറയുന്നതിന് ലോകത്ത് പല രാജ്യങ്ങളും, ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ന രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ അത് ഏത് രാജ്യം, അത് എവിടെയാണെന്ന് ചോദിക്കാം. പക്ഷെ നമ്മൾക്ക് ലോകത്ത് എവിടെ പോയാലും വേർ യു ഫ്രം, ഐ ആം ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറൊരു വാക്കില്ല, വേറൊരു രാജ്യമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇന്ത്യക്കാരനായിരിക്കുന്നതിൽ നമ്മൾ അഭിമാനം. വിപിൻ ചേട്ടൻ, ആ ഒരു ഇതിലേക്ക് ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാണ്. അതായത് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർ അടുത്ത് പറയുന്നത് ഓ ഇന്ത്യ ഇസ് വെരി ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മൾ പല രാജ്യങ്ങളും കറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഐ ക്യാൻ അഷ്വർ ഇന്ത്യയിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടുകയും ചെയ്യും. ആ രാജ്യങ്ങളെ പോലും നമുക്ക് ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞു വന്നപ്പം നമ്മൾ പലപ്പോഴും ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി ഇത്രയും ആലോചിക്കുന്നത് ഇങ്ങനത്തെ ദിവസങ്ങളിലായിരിക്കും കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഒരു മൈൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത്.